സൺറൈസ് ഹോസ്പിറ്റലും കൊച്ചിൻ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് എൻഡോ ഗൈനക്കോളജി അന്താരാഷ്ട്ര കോൺഫറൻസ് ലെജൻഡ് ഗോ ലൈവ് ഏപ്രിൽ 16 മുതൽ 19 വരെ കൊച്ചിയിലെ കളമശ്ശേരി ചക്കോളസ് പവലിയനിൽ നടക്കും. മുഹമ്മദ് റിയാസ്, ജനറൽ മാനേജർ സൺറൈസ് ഹോസ്പിറ്റൽ, ഡോക്ടർ ഹഫീസ് റഹ്മാൻ ചെയർമാൻ, സുരേഷ് കുമാർ തമ്പി CEO, ചീഫ് ഗ്രോത്ത് ഓഫീസർ. ഞങ്ങൾ പ്രസ് ക്ലബിൽ പ്രസ് കോൺഫറൻസ് വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ലെജൻഡ്സ് ഗോ ലൈവ് എന്ന് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. സൺറൈസ് ഹോസ്പിറ്റൽ, കൊച്ചിൻ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും കൂടിയിട്ടാണ് സംയുക്തമായിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരത്തോടുകൂടിയാണ് നടത്തുന്നത്. ആദ്യം CME കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. പിന്നീടാണ് 17, 18, 19, 3 തീയതികളിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്നത്. ഇതിൽ 500ഓളം ഇന്ത്യൻ ഡോക്ടർമാരും പുറത്തുനിന്ന് ഡോക്ടർമാരും വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിൽ വിവിധ തരം ടോപ്പിക്സ് എൻഡോ ഗൈനക്കോളജിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ പേഷ്യൻസിന് ഗുണകരമായിരിക്കുന്ന രീതിയിലാണ് കേരള സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഇത് ലെജൻഡ്സ് ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ട് സൺറൈസ് ഹോസ്പിറ്റൽസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന, സാധാരണ എല്ലാ കൊല്ലവും നടക്കുന്ന കോൺഫറൻസ് ആണ്. സാധാരണ നമ്മളിവിടെ ഡൽഹിയിലാണ് ഈ കോൺഫറൻസ് നടത്താറ്. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും, അതായത് എൻഡോസ്കോപ്പിക് സർജറിയുടെ ഏറ്റവും വലിയ ഒരു ഇവൻ്റാണ് ഈ ലെജൻഡ്സ് ഗോ ലൈവ് എന്നുള്ളത്. ഇന്ന് ഇന്ത്യയിലുള്ള എൻഡോസ്കോപ്പിക് സർജറിയിലുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സും പങ്കെടുക്കുന്ന ഒരു ഇവൻ്റാണ് ഈ എൻഡോസ്കോപ്പിക് സർജറിയുടെ ഒരു കോൺഫറൻസ് ആണ്. സാധാരണ ഒരു മെഡിക്കൽ കോൺഫറൻസ് വരുമ്പോൾ ഇതുപോലൊരു പ്രസ് മീറ്റ് നടത്തേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കോൺഫറൻസിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ 4 റോബോട്ട്സ് പങ്കെടുക്കുന്ന ഒരു മെഡിക്കൽ കോൺഫറൻസ് ആണ്. അതായത് എൻഡോസ്കോപ്പിക് സർജറി നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ വന്നിട്ടുണ്ട്. ഞാൻ 10-35 കൊല്ലം ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് 4 റോബോട്ടിക് സർജറി നടക്കും. ഒരേ സമയത്ത് 4 റോബോട്ട്സ് സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇത് പല സ്ഥലങ്ങളിൽ നിന്നാണ്, ഡൽഹിയിൽ നിന്നും, അഹമ്മദാബാദിൽ നിന്നും, പിന്നെ ചെന്നൈയിൽ നിന്നും ഈ റോബോട്ടിക് സർജറി വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ സർജറി ചെയ്തിട്ട്, ഇവിടെ നമുക്ക് 4 റോബോട്ട്സ് ഉണ്ടെങ്കിലും അവിടെ നിന്ന് സർജറി ചെയ്തിട്ട് ഇത് സർജറീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഇവന്റിൽ. അത് കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ സർജറിയിൽ ലേസർ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് 4 കൊല്ലം മുമ്പ് ഞാനാണ് ഒരു ഇസ്രായേലി കമ്പനി, ലൂമിനസ് എന്ന് പറഞ്ഞിട്ടൊരു ഇസ്രായേലി കമ്പനിയായിട്ട് ഈ എൻഡോമെട്രിയോസിസ് സർജറിക്ക് ആദ്യമായിട്ട് ലേസർ ഇന്ത്യയിൽ തന്നെ യൂസ് ചെയ്തത്. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അന്ന് അവരിവിടെ മാർക്കറ്റിംഗ് നിർത്തി പോവുകയാണ് ഉണ്ടായത് 4 കൊല്ലം മുമ്പ്. അപ്പം ഇപ്പം നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഒരു ഇന്ത്യൻ കമ്പനി വഴി തന്നെ ഈ ലേസർ ഡെവലപ്പ് ചെയ്ത് ആദ്യമായിട്ട് എൻഡോമെട്രിയോസിസ് സർജറിയിൽ ലേസർ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണിത്. അപ്പോൾ ഇതിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം സ്ത്രീകളിൽ ഗർഭപാത്രത്തിലും അണ്ടാശയത്തിലും വരുന്നൊരു അസുഖമാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം കൂടുതലായിട്ട് വരികയാണ്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് മുഴുവൻ വളരെയധികം കൂടുതലായിട്ട് വരികയാണ്. ഞാനൊക്കെ എല്ലാ ദിവസവും 3-4 എൻഡോമെട്രിയോസിസ് സർജറി ചെയ്യുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതിയാണ്. അതായത് ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴുവനുണ്ട്. അത് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിലാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലീനിങ് കെമിക്കൽസ്, ഈവൻ ടൂത്ത് പേസ്റ്റ്, അതുകൂടാതെ തന്നെ നമ്മൾ ഈ സൗന്ദര്യവർദ്ധനത്തിന് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് പോലത്തെ സാധനങ്ങൾ, ഇതിലെല്ലാം എൻഡോക്രൈൻ ഡിസ്റപ്റ്റീവ് കെമിക്കൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ഭയങ്കര കൂടുതലായിട്ട് വരികയാണ്. അപ്പം അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരിതാണ്. അത് ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഓവറിയിലെ സിസ്റ്റൊക്കെ എടുത്ത് കളയും. അപ്പോൾ സിസ്റ്റ് എടുത്ത് കളയുമ്പോൾ ഈ ഓവറിയുടെ പകുതി ഭാഗങ്ങൾ പോവും. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സ്ത്രീകളിൽ ഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പൊ ഇത് നമ്മൾ ലേസർ വഴി ഈ സിസ്റ്റം ഒന്നും എടുത്ത് കളയാതെ തന്നെ മില്ലിമീറ്റർ പ്രെസിഷൻ വഴി ലേസർ വഴി വേപ്പറൈസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ആ ഒരു ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോൺഫറൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. ഏറ്റവും വലിയ എമിനന്റ് ഡോക്ടേഴ്സ് ആണ് വരുന്നത്. ഡോക്ടർ ഹഫീസ് ഉൾപ്പെടെ
ലെജൻസ് ആണ് വരുന്നത്. അതാണ് ലെജൻസ് ഗോ ലൈവ് എന്ന് പേരിട്ടത്. ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നുമുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ വരുന്നുണ്ട്. വന്ന് നമ്മൾ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ, ജൂനിയർ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്നതാണ്. അതാണ് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇപ്പോഴത്തെ വലിയ അഡ്വാൻസ്മെന്റ്സ് എല്ലാ പൊതുജനങ്ങൾക്കും എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജൂനിയർ ഡോക്ടേഴ്സിനെയും ഗൈനക്കോളജിസ്റ്റിനെയും പഠിപ്പിക്കുന്നത്. അത് സർക്കാരുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് സൺറൈസ് എല്ലാ വർഷവും ഇത്രയും കാലം തുടങ്ങുന്നു. അപ്പോൾ കുറച്ച് കോവിഡ് വന്നുകൊണ്ട് ബ്രേക്ക് എടുത്തു വീണ്ടും നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലത്തെ ഒരു കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് മന്ത്രിമാരോ അല്ലെങ്കിൽ വളരെ പ്രഗത്ഭരായ വ്യക്തികളോ സെലിബ്രിറ്റീസോ ആണ്. ഈ കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പേഷ്യൻ്റാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പേഷ്യൻ്റാണത്. ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് മെഷ് പ്ലാസ്റ്റി എന്നുള്ളൊരു സർജറി ചെയ്ത് കുട്ടി രക്ഷപ്പെട്ട ഒരു പേഷ്യൻ്റാണ് ഈ കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ സൺറൈസിൽ തന്നെയാണ് ചെയ്തത്. അത് വേൾഡ്സ് ഫസ്റ്റ് റിപ്പോർട്ടഡ് മെഷ് പ്ലാസ്റ്റി സർജറിയാണ്. അതായത് ഗർഭപാത്രം പൊട്ടിപ്പോവാൻ പോയിട്ട് നമ്മൾ മെഷ് പ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജറി ചെയ്ത് ആ ഗർഭപാത്രം റീഇൻഫോഴ്സ് ചെയ്ത്, അതായത് 16 ആഴ്ചയിൽ ഗർഭപാത്രം റീഇൻഫോഴ്സ് ചെയ്ത് ഏകദേശം 8 മാസത്തോളം പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ തന്നെ താമസിച്ച് ആ കുട്ടീനെ സർവൈവ് ചെയ്തൊരു പേഷ്യൻ്റാണ് ഈ കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ കോൺഫറൻസിന്.